സീറോ കോസ്റ്റ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് നമുക്ക് ഫ്യൂച്ചറിലേക്ക് വേണ്ട അസറ്റുകളും ഫ്യൂച്ചറിലേക്ക് നമുക്ക് വേണ്ടി പണിയെടുക്കാനുള്ള അസറ്റുകളും വിസിബിലിറ്റിയാണ് നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്യുന്നത്. ഒരു കുറച്ച് സമയം നമ്മൾ ഇതിനു വേണ്ടി ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഫ്രീ ആയിട്ടിരുന്നാലും ഇവിടെ ആ സിസ്റ്റം ബിൽഡ് ആയി കഴിഞ്ഞാൽ സിസ്റ്റവും സോഷ്യൽ മീഡിയാസും നമുക്ക് വേണ്ടി പണിയെടുക്കും. ഇവിടെയോ നമ്മൾ SEO ആണെങ്കിൽ കാലകാലം ചെയ്യണം, ആഡ് ആണെങ്കിൽ നമുക്ക് ലീഡ് ആവശ്യമുള്ളതൊക്കെ ചെയ്തുകൊണ്ടേയിരിക്കണം. ഇവിടെ സിസ്റ്റം സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ വെറുതെ ഇരുന്നാലും കുഴപ്പമില്ല, നമ്മളുടെ അസറ്റുകൾ ഓൺലൈനിൽ പണിയെടുക്കും അല്ലേ. അപ്പോൾ വിസിബിലിറ്റി എവിടെ നിന്ന് നോക്കിയാലും കറക്റ്റ് വിസിബിലിറ്റി ഉണ്ടാവും. ഇതിലൂടെ നമ്മുടെ കസ്റ്റമറിന് എന്ത് ചെയ്യും, നമ്മളെ വാല്യൂ കൂട്ടാൻ പറ്റും, ട്രസ്റ്റ് കൂട്ടാൻ പറ്റും. ട്രസ്റ്റ് ഒക്കെ ബിൽഡ് ചെയ്തൊരു കസ്റ്റമർ ഏകദേശം ഒരു 90% നമ്മളെ ട്രസ്റ്റ് ബിൽഡ് ചെയ്തൊരു കസ്റ്റമർ നമ്മുടെ അടുത്ത് വന്നു കഴിഞ്ഞാൽ ഈസി ആയിട്ട് നമുക്ക് അവരെ ക്ലോസ് ചെയ്യാൻ പറ്റും. 10% എഫേർട്ടേ ആവശ്യം ഉണ്ടാവുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഇതിലുള്ള ഗുണങ്ങൾ. അപ്പോൾ ഞാൻ പറയുന്നത് സീറോ കോസ്റ്റ് ഡിജിറ്റൽ മാർക്കറ്റിങ്ങും നോർമൽ ഓൾഡ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് തമ്മിലുള്ള കുറച്ച് കാര്യങ്ങളാണ്. ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു ഓവറോൾ എന്ന് പറയുന്നത്, നിങ്ങളുടെ മൈൻഡിലേക്ക് എടുക്കേണ്ടത്. അതായത് നിങ്ങൾ ഈ സീറോ കോസ്റ്റിലേക്ക് ടൈം ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ എന്താണ് നിങ്ങൾക്ക് വരാൻ പോകുന്ന മാറ്റം എന്നതിൻ്റെ ഒരു ചെറിയൊരു ഔട്ട്ലൈനാണ്. ഇനിയും ഇത് വളരെ വൈഡാണ്. ഓക്കെ, ഇത് ചിലപ്പോൾ നിങ്ങൾക്ക് ഗൂഗിൾ ചെയ്താൽ കിട്ടത്തില്ല, അതുപോലെ തന്നെ വേറെ എവിടെയും ഇപ്പോൾ കിട്ടണമെന്നില്ല. കാരണം ഇത് നമ്മൾ ബിൽഡ് ചെയ്ത കൺസെപ്റ്റ് ആയതുകൊണ്ട് നിങ്ങൾക്ക് വേറെ എവിടെയും കിട്ടത്തില്ല. നിങ്ങൾ പഠിക്കുക, ഇംപ്ലിമെൻറ്റ് ചെയ്യുക, റിസൾട്ട് എടുക്കുക.